PCOS എന്ന് പറയുന്നത് ഇറ്റ്സ് ഡയറക്ട്ലി ലീഡ്സ് ടു IVF എന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ, അത് നമുക്കതിന് റിവേഴ്സ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ടാക്കിൾ ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? ആക്ച്വലി PCOD ക്യാൻ ലീഡ് ടു ഇൻഫെർട്ടിലിറ്റി. പക്ഷെ അറ്റ് ദ സെയിം ടൈം എല്ലാ PCOD പേഷ്യൻസിനും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നുമില്ല. വാട്ട് ഹാപ്പൻസ് ഇൻ PCOS ഇസ് ദാറ്റ് ഇവർക്ക് ഒരുപാട് എഗ്ഗുകൾ ഉണ്ടെന്നാണെങ്കിലും ഈ എഗ്ഗുകളൊന്നും ഗ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ ഓവുലേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതിന് ഓവുലേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ പീരീഡ് ഇറഗുലർ ആകുന്നു. അതോടൊപ്പം തന്നെ പല ഹോർമോണൽ ഇംബാലൻസുകളും സംഭവിക്കുന്നു. സോ ഈ ഒരു വെയിറ്റ് റിഡക്ഷൻ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെയിറ്റ് റിഡക്ഷനെ പറ്റിയിട്ട്, ഇങ്ങനെയുള്ള ഹോർമോണൽ കണ്ടീഷനിൽ ഇഫ് യു ആക്ച്വലി ലൂസ് വെയിറ്റ്, ഈവൻ 5 to 10% ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഫെർട്ടിലിറ്റി വിൻഡോനെ റീസെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ മെനി ഓഫ് ദിസ് PCO പേഷ്യൻസ് നാച്ചുറലി കൺസീവ് അല്ലെങ്കിൽ ചെറിയ ഈവൻ IVFിലേക്ക് പോവാതെ തന്നെ ബേസിക് ട്രീറ്റ്മെൻറ്റ്സിലൂടെ പ്രഗ്നൻസി കിട്ടാറുണ്ട്. ഇനി IVFിൻ്റെ ഒരു ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ അഗാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് റിഡക്ഷൻ, ഫൈൻഡിങ് ഔട്ട് ദ റൂട്ട് കോസ്, ഇപ്പം PCOD അല്ലാതെ വേറെ ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്ഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് IVFിൻ്റെ ഔട്ട്കമ്മിനെ അത് ബാധിക്കില്ല. പിന്നെ ജനറലി നമ്മൾ PCO പേഷ്യൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് OHSS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ വരാൻ സാധ്യത കൂടുതലാണ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആക്ച്വലി ഡു ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോട്ടോക്കോൾ സ്പെസിഫിക്കലി ഫോർ PCOS. എന്നിരുന്നാൽ തന്നെ ജനറലി നമ്മൾ വൈഡ് സ്പെക്ട്രം ഓഫ് ഇൻഫെർട്ടിലിറ്റി കണ്ടീഷൻസ് നോക്കുമ്പോൾ PCOSൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് എഗ്ഗ് ഇല്ലാത്ത സിറ്റുവേഷൻ. അതിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ എൻഡോമെട്രോസിസ് പോലുള്ള സിറ്റുവേഷനെ വെച്ച് നോക്കുമ്പം ജനറലി പ്രഗ്നൻസി ബെറ്റർ ആയിട്ടുള്ള പ്രോഗ്നോസിസ് വൈസ് നോക്കുകയാണെങ്കിൽ ബെറ്റർ പ്രഗ്നൻസി റേറ്റ് ഉള്ള ഒരു സിറ്റുവേഷനാണ് PCOD എന്ന് പറയുന്നത്.